ഇന്നത്തെ സമൂഹത്തിൽ ഒട്ടുമിക്ക സ്ത്രീകളും അതുപോലെ തന്നെ പെൺകുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രധാന രോഗാവസ്ഥയാണ് PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്നത്. ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രം എന്നാണ് ഇതിന്റെ ഒരു ഫുൾ ഫോം. ഇപ്പോ ഇത് ശരിക്കും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ്, ഒരു ഹോർമോണൽ ഡിഫക്റ്റ് ആണ്. അതായത് എന്താണ് PCOS എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒക്കെ യൂട്രസിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നും കൈ പോലെ നീണ്ടു നിൽക്കുന്ന അണ്ടവാഹിനി കുഴലുകളുണ്ട് അല്ലെ. അപ്പോ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് അണ്ടാശയങ്ങളുണ്ട്. ഈ അണ്ടാശയത്തില് ഒരു പിടക്കോഴിയുടെ വയറ്റില് മുട്ട അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ എഗ്സ്, അതായത് ഓവം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ 28 ദിവസം കൂടുമ്പോഴും അല്ലെങ്കിൽ ഓരോ 30 ദിവസം കഴിയുമ്പോഴും ഇതിൽ ഓരോ എഗ്സ് വെച്ച് മച്വറായി, ഓവംസ് മച്വറായി അത് പുറത്തേക്ക് റിലീസ് ആവും. ഇതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പോ PCOD ഉള്ള ഒരു സ്ത്രീയിൽ ഈ ഒരു ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. കാരണം ഈ ഓവംസ്, ചില ഓവംസ് സിസ്റ്റിക് ഡീജനറേഷൻ സംഭവിക്കും, സിസ്റ്റുകളായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ, ക്രമമായ രീതിയിൽ ഈ ഓവുലേഷൻ സംഭവിക്കാതെ വരും. അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും ഇവർക്ക് ഓവുലേഷൻ സംഭവിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് പലതരത്തിലുള്ള രോഗലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങും. അപ്പൊ എന്തൊക്കെ ലക്ഷണങ്ങളാണ് PCOD ഉള്ള ഒരു സ്ത്രീയിൽ കാണുന്നത്? മെയിൻ ആയിട്ട് അവർക്ക് ശരിയായ രീതിയിൽ, ക്രമമായ രീതിയിൽ ആർത്തവം ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിനെ നമുക്ക് അമനോറിയ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ PCOD ഉള്ള ഒരു സ്ത്രീയിൽ ചിലപ്പോൾ മാസങ്ങളോളം അല്ലെങ്കിൽ ഒരു വർഷമോ അതിന് മേലെയൊക്കെ പീരീഡ്സ് ചിലപ്പോൾ ഇല്ലാതെ ഇരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അഥവാ പീരീഡ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലീഡിങ് നോർമലി കാണുന്ന 7 ദിവസത്തിൽ അപ്പുറമായിട്ട് ചിലപ്പോൾ 10 ഡേയ്സ് അല്ലെങ്കിൽ 15 ഡേയ്സ് അല്ലെങ്കിൽ ആഴ്ചകളോളം ഒക്കെ നീണ്ടു നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് വിളർച്ച വരെ സംഭവിക്കാം. അതിൻ്റെയോടൊപ്പം അമിതമായിട്ടുള്ള ക്ഷീണം വരാറുണ്ട്. പിന്നെ അമിത ഭാരം, പെട്ടെന്ന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ശരീരം ഇങ്ങനെ തടി വെച്ച് വരുന്നു, പൊണ്ണത്തടി ഉണ്ടാകുന്നു. പിന്നെ മെയിൽ പാറ്റേണിൽ ഇവർക്ക് രോമവളർച്ച വരുന്നു, അതായത് മുഖത്ത്, ചെസ്റ്റിന്റെ ഭാഗത്തൊക്കെ അമിത രോമവളർച്ച ഉണ്ടാകുന്നു. അതൊക്കെയാണ് ഇതിന്റെ മെയിൻ സിംറ്റംസ്. അതോടൊപ്പം മുടി കൊഴിച്ചിൽ കാണാം, പുരികം കണ്ടമാനം കൊഴിഞ്ഞു പോകുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ സെൻട്രൽ ഒബേസിറ്റി, ലോവർ അബ്ഡമന്റെ ഭാഗത്ത് കൊഴുപ്പടിഞ്ഞുകൂടി തിക്നെസ് വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ കാലുകളിൽ ചിലപ്പോൾ നീർക്കെട്ട് വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഈ ഒരു PCOD ഉള്ള സ്ത്രീകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഭയങ്കരമായിട്ട് ഉണ്ടാകാറുണ്ട്. ഇതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് അവർക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ പിൻകഴുത്തില്, കക്ഷത്തില്, തൊടയിടുക്കിലൊക്കെ ഉള്ള സ്കിന്നിന് ഭയങ്കരമായിട്ട് ഇരുണ്ട നിറവും അതുപോലെ തന്നെ ഒരു തിക്നെസ്സും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അക്കാൻഡോസിസ് നൈഗ്രം എന്നാണ് ഈ ഒരു പ്രോബ്ലത്തിന് പറയുന്ന പേര്. അതോടൊപ്പം ഇവരുടെ സ്കിന്നിൽ ടാഗുകൾ ഉണ്ടാകുക, അല്ലെങ്കിൽ പാലുണ്ണി എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതും ഒക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോ എന്തൊക്കെ ടെസ്റ്റുകളാണ് ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ PCOD ഉള്ളവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ആൻഡ്രോജൻ ലെവൽ, പുരുഷ ഹോർമോണായ ആൻഡ്രോജന്റെ ലെവൽ കുറച്ച് ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു അബ്ഡമൻ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, USG അബ്ഡമൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറീസ് വലുതായി, നോർമൽ സൈസിനെ കഴിഞ്ഞും വലുതായി നിൽക്കുന്നതായിട്ട്, ഓവർ സൈസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടും കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് PCOD ഉണ്ടാവുന്നു എന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്കിനും അമിതമായിട്ട് ഭക്ഷണം ആര് വലിച്ചു കഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് യാതൊരു തരത്തിലുള്ള കായിക അധ്വാനങ്ങളിൽ ഏർപ്പെടാതെ എവിടെയെങ്കിലും പോയി ഒരു സെഡന്ററി ലൈഫ്, ഇത് രണ്ടുമാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഒരുപാട് ഭക്ഷണം വായിക്ക് വേണ്ടിയിട്ടല്ല, വയറിന് വേണ്ടിയിട്ടല്ല, ശരിക്കും നമ്മൾ വായിക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അത് എത്ര ഹെൽത്തി ആണെന്നൊന്നും നോക്കുന്നില്ല, എത്രമാത്രം ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ പൊറോട്ട, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ വിശപ്പിനെ ഇപ്പം ഇല്ലാതെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഒരുപാട് ബേക്കറി ഫുഡ് കഴിക്കുന്നു, ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു, അമിതം മധുര പലഹാരങ്ങൾ കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് യാതൊരു തരത്തിലുള്ള എക്സസൈസും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ചെല്ലുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഡൈജസ്റ്റ്
ചെയ്താലും അതിൽ നിന്നുള്ള കാലറീസ് ഒക്കെ നമ്മുടെ ശരീരത്ത് എന്താണ് പുറത്തേക്ക് ബേൺ ചെയ്ത് പോകാതെ ശരീരത്ത് തന്നെ സൂക്ഷിച്ച് പിന്നീട് അത് ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡറുകൾക്ക് കാരണമാകുന്നു. അതാണ് ഒന്നാമത്തെ കാരണം. പിന്നീട് നമ്മുടെ ജനറ്റിക്സ് ആണ്. അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിന് പിന്നെ നമ്മുടെ സഹോദരിമാർക്കൊക്കെ PCOD ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ ഒരു ഹോർമോണുകളൊക്കെ അതായത് ഇതൊരു ഹോർമോണൽ സൈക്കിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിറ്റ്യൂട്ടറി, അതുപോലെ തൈറോയിഡ്, ഓവറി ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നെല്ലാം ഇതിനു വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഹോർമോണുകൾ റിലീസ് ആവുന്നുണ്ട്. അപ്പൊ ഈ ഭാഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും PCOD വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രം പോലെയുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിലും PCOD വരുന്നത് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് PCOD വരാനുള്ള കാരണങ്ങൾ. ഇനി എങ്ങനെ നമുക്ക് PCOD മാനേജ് ചെയ്യാം? മെയിൻ ആയിട്ട് നമുക്ക് നമ്മളുടെ ഭക്ഷണത്തിലും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിലും ചേഞ്ച് കൊണ്ടുവരുന്നതോടുകൂടി തന്നെ നമുക്ക് PCOD ഏറെക്കുറെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റും കൂടി എടുക്കുക. അപ്പൊ നമുക്ക് ഹോമിയോപ്പതിയിൽ PCOD കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ PCOD മൂലം ഉണ്ടാകുന്ന ഈ രോഗലക്ഷണങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനും PCOD റിവേഴ്സ് ചെയ്യാനും ഒക്കെയുള്ള മെഡിസിനുകൾ അവൈലബിൾ ആണ്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചികിത്സ കൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു മാറ്റം കൊണ്ടുവരാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ഡയറ്റ് എങ്ങനെയാണ്? PCOD ഉള്ള ഒരാൾ എന്താണ് ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചാല് ലോ കാർബ് ഡയറ്റ് ആയിരിക്കണം ഇത്തരക്കാര് ഫോളോ ചെയ്യേണ്ടത്. അപ്പം നോർമലായിട്ട് നമ്മൾ കഴിക്കുന്ന അരി ആഹാരങ്ങള്, ഗോതമ്പ് കൊണ്ടുള്ള പലഹാരങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക. പകരം ധാരാളം പച്ചക്കറികൾ കഴിക്കുക, പഴങ്ങൾ കഴിക്കുക. ഇപ്പൊ ഡെയിലി ഭക്ഷണത്തിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും പച്ചക്കറികളും പഴങ്ങളും മാത്രം അടങ്ങുന്ന ഒരു മീലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് റോ ആയിട്ട് തന്നെ ഒരു സാലഡ് ആയിട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് മില്ലറ്റ്സ്, ചെറുധാന്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഓട്സ്, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ്, അല്ലെങ്കിൽ ചോളം, തിന, ഇതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചില നട്ടുകൾ, ആൽമണ്ട്, അതുപോലെ കാഷ്യൂ നട്ട്സ്, ഇതൊക്കെ രാവിലെ കുതിർത്ത് കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാക്കുന്നത് വളരെ നല്ലതാണ്. ചായ, കാപ്പി പോലെയുള്ള പാനീയങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്നുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പകരം വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന നാരങ്ങ വെള്ളം, അല്ലെങ്കിൽ നാളികേരത്തിന്റെ വെള്ളം, തേങ്ങാ വെള്ളം, കരിക്ക് വെള്ളം ഒക്കെ കൂടുതലായിട്ട് കഴിക്കുക. മോരുവെള്ളം കഴിക്കുക നന്നായിട്ട്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ഭക്ഷണത്തിലാണെന്നുണ്ടെങ്കിലും ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി പോലെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ബേക്കറി ഫുഡ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അമിതമായിട്ട് മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഫാസ്റ്റ് ഫുഡ് നിർത്തുക. പിന്നെ ചായയിലും കാപ്പിയിലും പിന്നെ ഭക്ഷണത്തിന്റെ കൂടെ കറിയില്ലെന്നുണ്ടെങ്കിൽ അതോടൊപ്പം ഒക്കെ പഞ്ചസാര കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ശീലമൊക്കെ ഒഴിവാക്കിക്കോളൂ. പഞ്ചസാര അമിതമായിട്ട് കഴിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ പെട്ടെന്ന് തന്നെ നമ്മളെ പിടികൂടും. പിന്നെ ഡെയിലി ഒരു 30 മിനിറ്റ് തൊട്ട് 45 മിനിറ്റ് വരെ നമ്മുടെ ശരീരം വിയർക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക. ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എക്സസൈസ് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു അരമണിക്കൂർ തൊട്ട് 40 മിനിറ്റ് വരെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തൊരു സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PCOD ഉള്ള സ്ത്രീകൾ ഗർഭധാരണം സംഭവിക്കില്ലേ? സ്ത്രീകൾക്ക് ഗർഭം ധരിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ PCOD എപ്പോഴും ഇൻഫെർട്ടിലിറ്റിയിലേക്കാണോ എത്തുന്നത് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ PCOD ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അതൊരു വന്ധ്യതയിലേക്ക് പോയിക്കൊള്ളണമെന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ PCOD ഉള്ള സ്ത്രീകളിലാണെന്നുണ്ടെങ്കിലും ഓവുലേറ്ററി സൈക്കിളുകൾ നടക്കാറുണ്ട്. അതായത് ഓവം റിലീസ് ആയിക്കൊണ്ടുള്ള മെൻസ്ട്രുവൽ സൈക്കിൾസും മെൻസസ് സംഭവിക്കാറുണ്ട്. അപ്പൊ ഇതൊരു ഫോളിക്കുലാർ സ്റ്റഡിയിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഒരു ഫോളിക്കിൾസിന്റെ ഒരു ട്രാക്ക് ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡ് വഴി. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, അത് മെച്യൂർ ആവുന്നുണ്ടോ, അത് റിലീസ് ആവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ മെൻസസിന്റെ ഒരു 10ാമത്തെ ദിവസമാണ് ഇത് ഈ ട്രാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതൊരു 3-4 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതൊരു നമ്മൾ DDRC പോലെയുള്ള ഏതെങ്കിലും ഡയഗ്നോസ്റ്റിക് സെന്ററുകളിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതുവഴി നമുക്ക് ഓവം പ്രോപ്പറായിട്ട് റിലീസ് ആവുന്നുണ്ടോ, ഓവുലേറ്ററി സൈക്കിൾ നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെ നമുക്ക് ഓവുലേറ്ററി സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആവാനുള്ള സാധ്യതയുണ്ട്.
ഇനിയിപ്പം ഹെൽത്തി ആയിട്ടുള്ള ഓവത്തിന്റെ റിലീസിന് വേണ്ടിയിട്ട് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോ പ്രഗ്നന്റ് ആയി അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു എംബ്രിയോയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള മരുന്നുകളാണെങ്കിൽ നമുക്ക് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. പിന്നെ ഇത് നമ്മുടെ PCOD ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഏകദേശം നമ്മളുടെ ഒരു ബോഡി വെയിറ്റ് 5% കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏറെക്കുറെ PCODയുടെ കംപ്ലൈന്റ് ഒരു ബുദ്ധിമുട്ടുകളെയൊക്കെ നമുക്ക് ഇല്ലാതെയാക്കാൻ കഴിയും. അപ്പോൾ തന്നെ നമുക്ക് ഒരു ഉറപ്പ് കിട്ടും. പിന്നെ ഫെർട്ടിലിറ്റിക്കുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പം PCOD ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അത് ഇൻഫെർട്ടിലിറ്റിയിലേക്ക് കൊണ്ടെത്തിച്ചു കൊള്ളണമെന്നില്ല. PCOD ഉള്ള സ്ത്രീകളിലും ഗർഭധാരണം സാധ്യമാണ്.